ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാരം, സാങ്കേതികവിദ്യ, ഹരിത വളർച്ച, സുരക്ഷ തുടങ്ങിയവയിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രകൃതി ദുരന്ത ബാധിത വില്ലേജുകളിലെ വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. പണപ്പിരിവുണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം പ്രതിരോധത്തിൽ. വിദർഭയ്ക്ക് 37 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാരം, സാങ്കേതികവിദ്യ, ഹരിത വളർച്ച, സുരക്ഷ തുടങ്ങിയവയിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായി ന്യൂഡൽഹിയിൽ നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാദമിക, ഗവേഷണ, വ്യവസായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ പുതുക്കിയ കരാറുണ്ടാക്കിയതായും ശ്രീ മോദി പറഞ്ഞു. फ्रेंड्स, पीपल टू पीपल कनेक्ट हमारे संबंधों का स्ट्रांगेस्ट एसेट है. हमारे बीच एकेडेमिया, रिसर्च और इंडस्ट्री पार्टनरशिप बढ़ाने पर भी आज नई सहमति बनी है. हम ईयू की नई वीजा कैस्केड रेजिम का स्वागत करते हैं. इससे भारत के टैलेंटेड युवाओं की एबिलिटी को बेहतर मोबिलिटी मिलेगी. യൂറോപ്യൻ യൂണിയന്റെ പുതിയ വിസ നടപടിക്രമങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും ഇതിലൂടെ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പുതിയ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി നിർവഹിക്കും. പോലീസ് മന്ദിരങ്ങളുടെയും പോലീസ് സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നാളെ നടക്കും. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. വെയിൽസ് ആരോഗ്യവകുപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തി. ആരോഗ്യരംഗത്ത് കേരളവുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേരളത്തിൽ നിന്ന് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ വെയിൽസിലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്നും ജെറമി മൈൽസ് പറഞ്ഞു. സംസ്ഥാനത്തെ ജനകീയ ക്യാൻസർ രോഗനിർണയ ക്യാമ്പയിനെ വെയിൽസ് ക്യാബിനറ്റ് സെക്രട്ടറി അഭിനന്ദിച്ചു. ആരോഗ്യരംഗത്ത് കേരളം നൂതനവും ജനക്ഷേമകരവുമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2025-ൽ മുൻവർഷത്തേക്കാൾ ഉയർന്ന വൈദ്യുതി ഉപഭോഗ സാധ്യത പ്രതീക്ഷിക്കുന്നതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അമ്പലപ്പുഴ ഇലക്ട്രിക്കൽ സെക്ഷൻ സബ് ഡിവിഷൻ ഓഫീസുകൾക്കായി പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര വൈദ്യുതി എത്തിക്കാൻ ശ്രമിക്കുമെന്നും പഞ്ചാബുമായും യുപിയുമായും ധാരണയായതായും മന്ത്രി പറഞ്ഞു. അറ്റകുറ്റപ്പണികളുടെ പേരിൽ തുടർച്ചയായി വൈദ്യുതി മുടക്കം ഉണ്ടാകാതിരിക്കാൻ കെഎസ്ഇബി ജീവനക്കാർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. ഇന്ന് യുഡിഎഫ് പ്രവർത്തകർ വയനാട് കളക്ടറേറ്റ് ഉപരോധിച്ചു. അതേസമയം പുനരധിവാസം സംബന്ധിച്ച ആശങ്ക വേണ്ടെന്നും നടപടികൾ ഈ സാമ്പത്തിക വർഷം തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രകൃതി ദുരന്ത ബാധിത വില്ലേജുകളിലെ വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിച്ചു. വിവിധ സർക്കാർ കുടിശ്ശികകളിന്മേലുള്ള എല്ലാ റവന്യൂ റിക്കവറി നടപടികൾക്കും മൊറട്ടോറിയം അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വിലങ്ങാട്, നരിപ്പറ്റ, തൂണേരി, വളയം, ചെക്കിയാട്, തിനൂർ, എടച്ചേരി, വാണിമേൽ, നാദാപുരം എന്നീ വില്ലേജുകളിലെ റവന്യൂ റിക്കവറി കുടിശ്ശികകൾക്കാണ് മൊറട്ടോറിയം ബാധകമാവുക. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എഡിജിപി എംആർ അജിത് കുമാറാണ് മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പദ്ധതിയുടെ പേരിൽ ഭക്തർ വഞ്ചിക്കപ്പെടരുതെന്നും ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രചാരണം നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി. കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. അതിനിടെ സന്നിധാനവും പരിസര പ്രദേശങ്ങളും ശുചിയാക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ബദലായി പവിത്രം ശബരിമല എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടത്തിവരികയാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷിതത്വം, അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം, തൊഴിൽ ലഭ്യത, പ്രോത്സാഹനം എന്നിവ ഉറപ്പാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പ്രതിച്ഛായ മാറ്റാനുള്ള നിരവധി പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു.
സിനിമയുടെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കായി പരിശീലന പരിപാടികൾക്കുള്ള നടപടികൾ ചലച്ചിത്ര അക്കാദമി ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ദക്ഷിണ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ചു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വ്യോമനാവിക സേനയുടെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. നിലവിലെ ആഗോള സാഹചര്യത്തിൽ തയ്യാറെടുപ്പിന്റെയും ജാഗ്രതയുടെയും ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ ജനറൽ അനിൽ ചൌഹാൻ ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും തമ്മിലുള്ള സമന്വയ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്നും അഭിപ്രായപ്പെട്ടു. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ 3ാം വർഷ വിദ്യാർത്ഥികൾ 3 മാസത്തോളം ക്രൂരമായി റാഗ് ചെയ്തെന്നാണ് പരാതി. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി ചികിത്സയിലാണ്. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം തുടരുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നു. പ്രതി അഫാന്റെ മാതാവ് ഷെമീനയുടെ മൊഴി നെടുമങ്ങാട് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് മജിസ്ട്രേറ്റ് മൊഴി എടുത്തത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തലശ്ശേരിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. തീരദേശ മത്സ്യഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി, ചാലിൽ, ഗോപാലപേട്ട മത്സ്യഗ്രാമം, ആലപ്പുഴ, ആറാട്ടുപുഴ മത്സ്യഗ്രാമം, എറണാകുളം ജില്ലയിൽ ചെല്ലാനം, നായരമ്പലം മത്സ്യഗ്രാമങ്ങൾ, തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ മത്സ്യഗ്രാമം, മലപ്പുറത്തെ പൊന്നാനി, താനൂർ, കോഴിക്കോട് ചാലിയം മത്സ്യഗ്രാമം, കാസർഗോഡ് ജില്ലയിലെ ഷിറിയ മത്സ്യഗ്രാമം എന്നീ തീരദേശ മത്സ്യഗ്രാമങ്ങളിലാണ് നിലവിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. തലശ്ശേരി നഗരസഭ ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചാലിൽ ഗോപാലപേട്ട ഫിഷ് മാർക്കറ്റ് നിർമ്മാണ ഉദ്ഘാടനവും ഐസ് ബോർഡ് വിതരണവും മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. രഞ്ജി ട്രോഫി ഫൈനലിൽ 3ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 37 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. വിദർഭയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 379 റൺസ് പിന്തുടർന്ന കേരളത്തിന് 342 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. 98 റൺസ് എടുത്ത സച്ചിൻ ബേബിയുടെയും 79 റൺസ് എടുത്ത ആദിത്യ സർവാദയുമാണ് കേരളത്തിന്റെ സ്കോർ 300 കടത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. 27 വർഷത്തെ സേവനത്തിനു ശേഷം ആകാശവാണി വാർത്താ അവതാരകൻ ഹക്കീം കൂട്ടായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. 1997 നവംബറിൽ ഡൽഹി ന്യൂസ് സർവീസസ് ഡിവിഷനിൽ മലയാളം വാർത്താ അവതാരകനായാണ് സേവനം ആരംഭിച്ചത്. ശ്രീ ഹക്കീം കൂട്ടായിയുടെ വാക്കുകളിലേക്ക്. ആകാശവാണിയുടെ വാർത്താ വിഭാഗത്തിൽ നിന്ന് ഞാനിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. ഈ പിരിയുന്ന സമയത്ത് ശ്രോതാക്കളുമായി ബന്ധം ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള ചെറിയൊരു വേദന എനിക്ക് എന്റെ മനസ്സിലുണ്ട്. ശ്രോതാക്കൾക്ക് ആവശ്യമായ അവരുദ്ദേശിക്കുന്ന രീതിയിൽ വാർത്തകൾ നൽകാൻ കഴിഞ്ഞു എന്ന വിശ്വാസം തന്നെയാണ് എന്നിൽ അഭിമാനമായി നിൽക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാരം, സാങ്കേതികവിദ്യ, ഹരിത വളർച്ച, സുരക്ഷ തുടങ്ങിയവയിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രകൃതി ദുരന്തബാധിത വില്ലേജുകളിലെ വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. പണപ്പിരിവുണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം പ്രതിരോധത്തിൽ. വിദർഭയ്ക്ക് 37 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.